എല്ലാവർക്കും കരിയർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിസിനസ്സുകളുടെ ഭരണകാര്യ നിർവഹണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദധാരികളാണ് MBAക്കാർ. വിവിധ തരത്തിലുള്ള ബിസിനസ്സുകളുടെ സുഗമമായ നടത്തിപ്പിനും അഡ്മിനിസ്ട്രേഷനുമായി ധാരാളം സ്പെഷ്യലൈസേഷനുകളുള്ള ഒരു ബിരുദാനന്തര ബിരുദമാണ് MBA അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ബിരുദം നേടുന്നതിനേക്കാൾ ഉപരി എത്രത്തോളം മികച്ച സ്ഥാപനത്തിലാണ് ഒരാൾ MBA പഠനകാലം ചെലവഴിച്ചത് എന്നത് MBAക്ക് ശേഷമുള്ള ജോലി ലഭ്യതയ്ക്ക് ഒരു നിർണായക ഘടകമാണ്. ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ MBA പഠനം നടത്തുന്നതിനുള്ള പ്രവേശന പരീക്ഷകളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ CAT. MBA അഡ്മിഷനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷയാണ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് CAT നടത്തപ്പെടുന്നത്. മാനേജ്മെന്റിന്റെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IIMs അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിലേക്കുള്ള അഡ്മിഷൻ CAT മുഖേനയാണ് നടത്തപ്പെടുന്നത്. MBAക്കുള്ള അഡ്മിഷനായി ശ്രമിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഉറ്റുനോക്കുന്ന എൻട്രൻസ് പരീക്ഷയാണിത്. പ്രധാന തീയതികൾ: നോട്ടിഫിക്കേഷൻ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലും പരീക്ഷ നവംബർ മാസത്തിലും നടത്തപ്പെടുന്നു. യോഗ്യതാ മാനദണ്ഡം: ഗ്രാജുവേഷൻ ഡിഗ്രി മിനിമം 50% മാർക്കോടെ പാസ്സായിരിക്കണം. അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി ഉണ്ടായിരിക്കുന്നതല്ല. പരീക്ഷാ രീതി: കമ്പ്യൂട്ടർ അടിസ്ഥാന പരീക്ഷയാണ്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയിൽ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അത് 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. ഓരോ ഭാഗത്തിനും 1 മണിക്കൂർ വീതം സമയമാണ് ലഭിക്കുക. വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗത്തിൽ നിന്ന് 34 ചോദ്യങ്ങളും ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ് വിഭാഗത്തിൽ നിന്ന് 32 ചോദ്യങ്ങളും ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി വിഭാഗത്തിൽ നിന്നും ഏകദേശം 34 ചോദ്യങ്ങളുമാകും ഉണ്ടാവുക. 75 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും 25 നോൺ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും ഉണ്ടാകും. നോൺ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഓരോ ശരി ഉത്തരത്തിന് 3 മാർക്കും തെറ്റുത്തരത്തിന് -1 മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് മാത്രമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. CAT പരീക്ഷയ്ക്ക് ശേഷം റിട്ടൺ എബിലിറ്റി ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയ്ക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭ്യമാകുക. ഔദ്യോഗിക വെബ്സൈറ്റ് www.iimcat.ac.in. അടുത്തതായി കോമൺ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്, ചുരുക്കരൂപം CMAT. രണ്ടാമത്തെ ഏറ്റവും വലിയ മാനേജ്മെന്റ് എൻട്രൻസ് പരീക്ഷയാണ് CMAT. ഇന്ത്യയിലെ ഏറ്റവും വലിയ MBA എൻട്രൻസ് പരീക്ഷ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ CAT ആണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ മാനേജ്മെന്റ് എൻട്രൻസ് എക്സാം CMAT അഥവാ കോമൺ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഈ എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. എല്ലാ AICTE അംഗീകൃത കോളേജുകളിലും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും CMAT സ്കോർ MBA അഡ്മിഷനായി സ്വീകാര്യമാണ്. പ്രധാന തീയതികൾ: ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ രജിസ്ട്രേഷനും പരീക്ഷ ജനുവരി മാസത്തിലും നടത്തപ്പെടുന്നു. പരീക്ഷാ രീതി: ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ 25 ചോദ്യങ്ങൾ 100 മാർക്ക്, ലോജിക്കൽ റീസണിംഗ് 25 ചോദ്യങ്ങൾ 100 മാർക്ക്, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം 25 ചോദ്യങ്ങൾ 100 മാർക്ക്, പൊതുവിജ്ഞാനം 25 ചോദ്യങ്ങൾ 100 മാർക്ക്. ഔദ്യോഗിക വെബ്സൈറ്റ് www.aictecmat.in. അടുത്തതായി മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ചുരുക്കരൂപം MAT. പ്രധാനപ്പെട്ട MBA എൻട്രൻസ് പരീക്ഷകളിൽ ഒന്നാണ് മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് അഥവാ MAT. MAT സ്കോർ അഡ്മിഷനായി ഉപയോഗിക്കുന്ന B സ്കൂളുകൾ നിരവധിയാണ്. ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷനാണ് ഈ പരീക്ഷ നടത്തുന്നത്. വർഷത്തിൽ 4 പ്രാവശ്യം പരീക്ഷ നടത്തപ്പെടുന്നു. മെയ്, സെപ്റ്റംബർ, ഡിസംബർ, ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ പരീക്ഷ നടത്തപ്പെടുന്നത്. പരീക്ഷാ രീതി: 200 ചോദ്യങ്ങൾ 150 മിനിറ്റ്, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം 40 ചോദ്യങ്ങൾ, ഗണിതം 40 ചോദ്യങ്ങൾ, ഡേറ്റ അനാലിസിസ് ആൻഡ് സഫിഷ്യൻസി 40 ചോദ്യങ്ങൾ, ഇന്റലിജൻസ് ആൻഡ് ക്രിട്ടിക്കൽ റീസണിംഗ് 40 ചോദ്യങ്ങൾ, ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ എൻവയോൺമെന്റ് 40 ചോദ്യങ്ങൾ. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.mat
MAT.AIMA.in ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ നടത്തുന്ന മാറ്റ് പരീക്ഷ. MAT.AIMA.in എന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അടുത്തത് സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സാറ്റ്. XLRI ജംഷഡ്പൂർ ആണ് ഈ പരീക്ഷ നടത്തുന്നത്. ഇന്ത്യയിലുടനീളം ഏകദേശം 100 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സാറ്റ് സ്കോർ അഡ്മിഷനായി ഉപയോഗിക്കുന്നു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഈ സ്കോർ അഡ്മിഷനായി ഉപയോഗിക്കുന്നില്ല. പരീക്ഷാ രീതി: ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനവും ലോജിക്കൽ റീസണിങ്ങും, ഡിസിഷൻ മേക്കിംഗ്, പൊതുവിജ്ഞാനം, ഉപന്യാസ രചന. ജനുവരിയിലാണ് ഈ പരീക്ഷ നടത്തപ്പെടുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് www.zatonline.in. അടുത്തതായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ ഡൽഹി, കൊൽക്കത്ത, കാക്കിനാഡ ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷനാണ് ഈ പരീക്ഷ നടത്തപ്പെടുന്നത്. MBA ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന കോഴ്സിലേക്കാണ് അഡ്മിഷൻ. പെൻ പേപ്പർ മോഡിലാണ് പരീക്ഷ നടത്തപ്പെടുന്നത്. 200 ചോദ്യങ്ങൾ, 120 മിനിറ്റുകൾ. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, പൊതുവിജ്ഞാനം, ലോജിക്കൽ റീസണിംഗ്, ഗണിതം എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാകും. അഡ്മിഷൻ എഴുത്തു പരീക്ഷയുടെയും ഉപന്യാസ രചനയുടെയും ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നു. MBA ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ മതിയാകും. ഇത് ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷനായി നടത്തപ്പെടുന്ന പരീക്ഷയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് കോഴ്സ് MBA ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. പ്രധാന തീയതികൾ: ജൂലൈ 2ാമത്തെ ആഴ്ചയോടെ നോട്ടിഫിക്കേഷൻ വരുന്നു. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ രജിസ്ട്രേഷനും പരീക്ഷ നവംബറിലെ 4ാമത്തെ ഞായറാഴ്ചയും നടത്തപ്പെടുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.iift.edu. അടുത്തതായി ATMA. ATMA എന്നാൽ എയിംസ് ടെസ്റ്റ് ഫോർ മാനേജ്മെന്റ് അഡ്മിഷൻസ്. ദേശീയ തലത്തിലുള്ള എൻട്രൻസ് പരീക്ഷയാണ്. HRD മിനിസ്ട്രിയും AICTയും അംഗീകരിച്ച ഈ എൻട്രൻസ് പരീക്ഷയുടെ സ്കോർ പല മാനേജ്മെന്റ് പ്രോഗ്രാമുകളും അഡ്മിഷനായി പരിഗണിക്കുന്നു. ഒരു വർഷത്തിൽ 5 പ്രാവശ്യം ഈ പരീക്ഷ നടത്തപ്പെടുന്നു. ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ പരീക്ഷ നടത്തപ്പെടുന്നു. പ്രധാനപ്പെട്ട തീയതികൾ: നോട്ടിഫിക്കേഷൻ ജൂൺ മാസത്തിൽ, രജിസ്ട്രേഷൻ ജൂൺ, ജൂലൈ മാസങ്ങളിലും, പരീക്ഷ ഓഗസ്റ്റ് മാസത്തിലും നടത്തപ്പെടുന്നു. പരീക്ഷാ രീതി: 180 ചോദ്യങ്ങൾ, 3 മണിക്കൂർ. 6 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ വിഭാഗത്തിനും 30 മിനിറ്റ് സമയമാണ് ലഭിക്കുക. അനലിറ്റിക്കൽ റീസണിംഗ് സ്കിൽസ് 1, വെർബൽ സ്കിൽസ് 1, ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് 1, അനലിറ്റിക്കൽ റീസണിംഗ് സ്കിൽസ് 2, വെർബൽ സ്കിൽസ് 2, ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് 2 എന്നിവയാണ് ഈ 6 വിഭാഗങ്ങൾ. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.atmaims.com. വേറെ ചില MBA എൻട്രൻസ് പരീക്ഷകളൂടെ നമുക്ക് നോക്കാം. ആദ്യമായി NMAT പരീക്ഷ നടത്തുന്നത് ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് അഡ്മിഷൻ കൗൺസിലാണ്. NMAT എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ്. രജിസ്ട്രേഷൻ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 25 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനുള്ള തീയതി സ്വയം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പരീക്ഷയുടെ സ്കോറുകൾ NMIMS യൂണിവേഴ്സിറ്റി, XIM ഭുവനേശ്വർ, VIT വെല്ലൂർ, SRM യൂണിവേഴ്സിറ്റി, അലയൻസ് യൂണിവേഴ്സിറ്റി, ICFI ബിസിനസ് സ്കൂൾ അതുപോലെ മറ്ററിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ അഡ്മിഷനായി പരിഗണിക്കുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.nmat.org.in. അടുത്തതായി സ്നാപ്പ് എന്നത് സിംബയോസിസ് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏകദേശം 15 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള MBA അഡ്മിഷന് വേണ്ടിയാണ് ഈ എൻട്രൻസ് പരീക്ഷ നടത്തപ്പെടുന്നത്. രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലും പരീക്ഷ ഡിസംബർ മാസത്തിലും നടത്തപ്പെടുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.snaptest.org. IBSAT എന്നത് ICFI ബിസിനസ് സ്കൂൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. 9 ICFI ബിസിനസ് സ്കൂൾ ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ഈ എൻട്രൻസ് പരീക്ഷ നടത്തപ്പെടുന്നത്. ആപ്ലിക്കേഷൻ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലും പരീക്ഷ ഡിസംബർ 3ാമത്തെ ആഴ്ചയും നടത്തപ്പെടുന്നു. ഈ 9 ICFI ബിസിനസ് സ്കൂൾ ക്യാമ്പസുകൾ NMAT, CAT, GMAT ഈ സ്കോറുകളും അഡ്മിഷനായി പരിഗണിക്കുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റ്
www.ibsindia.org/admissions. ടാൻസെറ്റ് എന്നത് തമിഴ്നാടു കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ ആണ് ഈ പരീക്ഷ നടത്തപ്പെടുന്നത്. തമിഴ്നാടു ഗവൺമെൻറ്റിന് വേണ്ടിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ ടാൻസെറ്റ് പരീക്ഷ നടത്തുന്നത്. തമിഴ്നാടുവിലെ MBA കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ടാൻസെറ്റ് സ്കോറുകൾ ഉപയോഗിക്കുക. ഏപ്രിൽ മാസത്തിൽ രജിസ്ട്രേഷനും മെയ് മാസത്തിൽ പരീക്ഷയും നടത്തപ്പെടുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.annauniversity.edu/TANSET2018. ഇതിൽ ഏതൊക്കെ എൻട്രൻസ് പരീക്ഷകളാണ് ഒരു വിദ്യാർത്ഥി എഴുതേണ്ടത് എന്നത് എങ്ങനെ തീരുമാനിക്കാം? അതത് എൻട്രൻസ് പരീക്ഷയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ പരീക്ഷയുടെ എൻട്രൻസ് സ്കോറുകൾ അഡ്മിഷനായി പരിഗണിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ റിസർച്ച് നടത്തിയതിനു ശേഷം മാത്രമേ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതുന്നതിനെ പറ്റി തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ. സ്നാപ്പ് പരീക്ഷ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതേമാതിരി സാറ്റ് പരീക്ഷ അല്ലെങ്കിൽ മാറ്റ് പരീക്ഷ അല്ലെങ്കിൽ എൻമാറ്റ് പരീക്ഷ, ഇതിൽ ഓരോ പരീക്ഷയുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ പരീക്ഷയുടെ സ്കോർ അഡ്മിഷനായി പരിഗണിക്കുന്നു എന്നതിനെ പറ്റി വളരെ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ആ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. കൂടുതൽ പരീക്ഷകൾ എഴുതുന്നത് എപ്പോഴും ഒരു പ്രാക്ടീസിന് വളരെ നല്ലതാണ്. അത് കാരണം പരീക്ഷാ രീതിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും സമയപരിധിക്കുള്ളിൽ ഉത്തരം നൽകുവാനുള്ള പ്രാക്ടീസിനായും ഈ എൻട്രൻസ് പരീക്ഷകൾ എഴുതാവുന്നതാണ്. കൂടുതൽ കരിയർ സംബന്ധമായ അറിവുകൾക്കായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.